ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ ആരിലാണ് ചരിക്കുന്നതും ജീവിക്കുന്നതും ആയിരിക്കുന്നതും? ചോദ്യം ആവർത്തിക്കാം. നീ ആരിലാണ് ചരിക്കുന്നത്, ആരിലാണ് ജീവിക്കുന്നത്? ആരിലാണ് ചരിക്കുന്നത്, ആരിലാണ് വസിക്കുന്നത്, ആരിലാണ് ജീവിക്കുന്നത്? വെർ ഡു യു സ്റ്റേ, വെർ ഡു യു ലീവ്? ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെ, അതായത് ഈശോയെ അറിഞ്ഞുകൂടാത്ത ആളുകളോട് വചനം പ്രഘോഷിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മളെല്ലാവരും ദൈവത്തിലാണ് വസിക്കുന്നത്, അവിടുത്തെ കരങ്ങളിലാണ് ആയിരിക്കുന്നത്, ദൈവത്തിലാണ് ചരിക്കുന്നത് എന്ന്. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിലാണ്. അതായത് നമ്മെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവമാണ്. ഒരു കുഞ്ഞുമീൻ തള്ളമീനിനോട് പറഞ്ഞു അത്രേ, കടലിലുള്ള മീനാണ്, അമ്മയെ എനിക്ക് കടല് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ തള്ളമീൻ പറഞ്ഞു, മോനെ നമ്മൾ കടലിലാണ്. അപ്പോൾ കൊച്ചു പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കടലിൽ വസിക്കുന്ന, കടലിനെ ഇപ്പോൾ മൊത്തത്തിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ദൈവത്തെ കാണണമെന്ന് പറയുമ്പോൾ വചനം പറയുകയാണ്, നമ്മൾ ദൈവത്തിലാണ് വസിക്കുന്നത്. മീൻ കടലിൽ കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ആയിരിക്കുന്നത്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിന്റെയും ശീലാസിന്റെയും തടവറയുടെ അടിത്തറ ഇളകി, കൈകളിലും കാലുകളിലുമൊക്കെ ഉണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു, തടവറയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഇന്നലെ രാത്രി ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. ഒരു സഹോദരി, പ്രീതി എന്ന് പറയുന്ന 39 വയസ്സുള്ള ഒരു സഹോദരി ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് രാത്രി യേശുനാമ ജപത്തിന് വന്നിരുന്നു. അവരുടെ ബ്രസ്റ്റിൽ വലിയ മുഴയാണ്. അത് കുത്തിയെടുത്ത് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടാണ് കാർസിനോമ, ബ്രസ്റ്റ് ക്യാൻസർ 2nd സ്റ്റേജ് ആണ് എന്ന റിപ്പോർട്ടുമായിട്ടാണ് അവർ വന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ സഹോദരിയുടെ നേരെ കൈനീട്ടി 21 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയെ എന്ന് വിളിച്ചതിന് ശേഷം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ മുഴ 50% കുറഞ്ഞിരിക്കുന്നു എന്ന്. കൈയടിച്ച് കർത്താവിന് നിന്ന്. അതിനുശേഷം അവർ വീണ്ടും സ്തുതിച്ച്, തുള്ളിച്ചാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, അത് വീണ്ടും ഒരു 75% മുഴ, അതിൻ്റെ വലിപ്പം കുറഞ്ഞ് ഇനി ഒരു 25% കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാണ് മടങ്ങിപ്പോയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തടവറയുടെ അടിത്തറ കുലുങ്ങുകയും അടിത്തറ ഇളകുകയും വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ കർത്താവിനെ നിരന്തരം സ്തുതിക്കുവിൻ, വാഴ്ത്തുവിൻ എന്ന്. നമ്മൾ നടക്കുന്ന വഴികളിലെല്ലാം ദൈവത്തിൻ്റെ ഓർമ്മ നമ്മെ സുഖപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമാണ്. ഇന്നലെ നമ്മളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന പാറക്കപ്പാറയിലുള്ള മരിയാനോസ് ചേട്ടൻ്റെ ജീവിത പങ്കാളി മേരി ചേച്ചി ഇന്നലെ ഒരു 10 മണി ഒക്കെ ആയപ്പോഴേക്കും മരണമടഞ്ഞു. ഇന്ന് 11 മണിക്കാണ് ഫ്യൂണറൽ. സഹോദരി ക്യാൻസറിലൂടെ ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു. വയറ്റിൽ മുഴയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അത് സർജറി പോലും സാധ്യമല്ലാത്ത രീതിയിൽ ആമാശയം നിറഞ്ഞു നിൽക്കുക എന്നായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച വർഗീസ് ചേട്ടനും അച്ഛനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. AKG ആശുപത്രിയിൽ ദിവ്യകാരുണ്യമൊക്കെ കൊണ്ടുപോയി കൊടുത്തു. നല്ല ഓർമ്മയോടുകൂടെ ദിവ്യകാരുണ്യമൊക്കെ സ്വീകരിച്ചു, ചിരിച്ച് സംസാരിച്ചു. ശനിയാഴ്ച ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. ശനി, ഞായർ, തിങ്കൾ, ഇന്നലെ ചൊവ്വാഴ്ച ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. നമുക്ക് ആ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.
നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തിലാണ് വസിക്കുന്നത് എന്നോർക്കാതെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ട് പോവുകയും ദൈവത്തെ മറന്ന് ജീവിക്കുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.